ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക്, 9th സ്റ്റാൻഡേർഡ് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ. എന്താ ചാപ്റ്ററിന്റെ പേരെന്താണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ് അല്ലെ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, ഒരാള് എന്താണ് അവരെ പോലെ തന്നെ കൈയും കാലും മുഖമൊക്കെ ഉള്ള വേറൊരു പ്രൊജനിക്ക് ജന്മം നൽകുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക അല്ലെ. ഇപ്പൊ ഒരു പട്ടിയാണെന്നുണ്ടെങ്കിൽ പട്ടിയെ പോലെ തന്നെ കൈയും മുഖവും കാലൊക്കെ ഉള്ള ഒരു പട്ടിക്കുട്ടി അല്ലെ, കുഞ്ഞി പട്ടിക്ക്, ഒരു ഡോഗിന്റെ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു, അതൊരു റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ തന്നെ മനുഷ്യന്മാര് കൈയും കാല് തല ഒക്കെ ഉള്ള നമ്മുടെ പോലെ തന്നെ സിമിലർ ആയിട്ട് അല്ലെ, നമ്മളെ പോലെ തന്നെ കാണാനുള്ള ഒരു കുഞ്ഞുവാവയ്ക്ക് ജന്മം കൊടുക്കുന്നു, അതാണ് റീപ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഇനിയിപ്പം ഒരു കാക്ക ആയിക്കോട്ടെ, കാക്കയെ പോലെ തന്നെയുള്ള ഒരു കുട്ടിക്കാക്ക അല്ലെ, കാക്കക്കുട്ടി അല്ലെ, മുട്ട വിരിഞ്ഞിട്ടൊക്കെ കുട്ടി ഉണ്ടാവും, അപ്പം അതിന് ജന്മം കൊടുക്കുന്നു, അതാണ് റീപ്രൊഡക്ഷൻ. അപ്പം അത് ഒരു ബയോളജിക്കൽ ആസ്പെക്ട് ആണ് അല്ലെ. ബയോളജിക്കലി അല്ലെ റീപ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ജനറേഷൻ തന്നെ ഇല്ലാണ്ടായി പോകും അല്ലെ. ഇതോടുകൂടി ഇത് കൂടെ അവസാനം എന്ന് പറഞ്ഞ പോലെ ഇപ്പോ അല്ലെ. ഇതുപോലത്തെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇതും കൂടെ കഴിഞ്ഞാൽ വംശനാശം എന്ന് അറിയില്ലേ നമ്മള്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇല്ല, ഇതും കൂടെ കഴിഞ്ഞു. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. റീപ്രൊഡക്ഷനും ഹെൽത്തും തമ്മിൽ റിലേറ്റഡ് ആണ് അല്ലെ. ഒരാൾ ആരോഗ്യവാനായിരിക്കണം, അയാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ വളരെ ഹെൽത്തി ആയിരിക്കും അല്ലെ. ആരോഗ്യമില്ലാത്ത അല്ലെ, കൈയും കാലൊന്നും വയ്യാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെ, ഒരു കുട്ടിയെ ജന്മം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ വളരെ ക്ഷീണത്തോടെ ഇരിക്കുന്ന ആൾക്കാർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ എത്തുന്ന ആൾക്കാർ അല്ലെ, അതുവരെ കുട്ടിയായിരിക്കുന്ന മുതൽ വളർന്ന അഡോളസെന്റ് അല്ലെങ്കിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിലൊക്കെ എത്തുന്ന, അല്ലെങ്കിൽ ഫീമെയിൽ അമ്മയാവാൻ പോകുന്ന ആ സ്റ്റേജ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എല്ലാ ആൾക്കാരെയും. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി അല്ലെ, ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ട അല്ലെ, അവരെ തിരിച്ച് വീണ്ടും പഴയൊരു അവസ്ഥയിൽ ഹെൽത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സപ്പോർട്ടീവ് മെഷേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അതാണ് നമ്മള് പുതിയ ചാപ്റ്റർ, ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ ചാപ്റ്ററിനെ പറ്റിയിട്ട്? റീപ്രൊഡക്ഷന്റെ സമയത്ത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ ഞാൻ പറഞ്ഞത്? ഒരു കുഞ്ഞിവാവ അല്ലെ, നമ്മളെ പോലെ തന്നെ സിമിലർ ടു അതേ ഒരു പാരന്റിനെ പോലെ തന്നെ, സിമിലർ ടു പാരന്റ് എങ്ങനെയാണോ പാരന്റിനെ പോലെ തന്നെ കൈയും കാലും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ കൈയും കാലൊന്നും ഇല്ലാത്ത ജീവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സാധനം അല്ലെ. ഇപ്പൊ മണ്ണിരക്കാണെങ്കിൽ നമുക്ക് കൈയും കാലൊന്നും വേണ്ടി പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്, അവര് എന്ത് ചെയ്യും? കൈയും കാലൊന്നും ഇല്ലെങ്കിലും മണ്ണിരയെ പോലെ തന്നെയുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പൊ അതിനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമ്മൾ ചാപ്റ്റർ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് റീപ്രൊഡക്ഷന്റെ അകത്ത് രണ്ടാൾക്കാര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, മനുഷ്യന്മാരുടെ കേസിൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നാണ് പറയാ അല്ലെ, മനുഷ്യന്മാര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. രണ്ടാൾക്കാരാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ഒരു മെയിൽ പാർട്ട്ണറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ പാർട്ട്ണറും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ രണ്ടാൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൽ പാർട്ട്ണറും വേണം, ഒരു ഫീമെയിൽ പാർട്ട്ണറും വേണം. മെയിൽ പാർട്ട്ണർ കൊടുക്കുന്നത് എന്താണ് മെയിൽ പാർട്ട്ണർ റീപ്രൊഡക്ഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മെയിൽ പാർട്ട്ണർ സ്പേം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? മെയിൽ പാർട്ട്ണറിന്റെ സ്പേം ആണ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യം. ഇനി ഫീമെയിൽ പാർട്ട്ണർ ആണെങ്കിൽ എന്താ വേണ്ടത്? ഫീമെയിൽ പാർട്ട്ണറിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓവം വേണം. ഓക്കെ, അപ്പൊ മെയിൽ പാർട്ട്ണറിന് ഹെൽത്തി ആയിട്ടുള്ള മോട്ടിലിറ്റി ഉള്ള ഒരു സ്പേം വേണം, ഫീമെയിൽ പാർട്ട്ണറിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു
ഓവം വേണം. ഇത് രണ്ടുമുണ്ട് എങ്കിലാണ് റീപ്രൊഡക്ഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ എന്ത് വേണം? ഗർഭപാത്രം വേണം അല്ലെ, യൂട്രസ് വേണം വളരാൻ വേണ്ടിയിട്ട്. കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു 9 മാസം അല്ലെങ്കിൽ 10 മാസത്തോടടുപ്പിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് വേണം. പിന്നെ ഡെലിവറി കാര്യങ്ങൾ, കുട്ടിയെ സംരക്ഷിക്കണം, കുട്ടിയെ പോലെ തന്നെ അമ്മയെയും സംരക്ഷിക്കണം അല്ലെ. അമ്മയ്ക്ക് ഒരുപാട് ചേഞ്ചസ് ആഫ്റ്റർ ഡെലിവറി അല്ലെ, റീപ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം അതിനെയും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഡീസൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. സോ ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് നോക്കുന്ന കാര്യങ്ങളാണ് മിസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ജെൻഡർ, ജസ്റ്റിസ് ആൻഡ് സെക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഹെൽത്തി പ്രഗ്നൻസി എങ്ങനെ ആയിരിക്കണം അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അല്ലെ, പ്രഗ്നൻസി പീരീഡിൽ ഒരു ഹെൽത്ത് എത്രത്തോളം എങ്ങനെയൊക്കെ കെയർ ചെയ്യണം നമ്മൾ നോക്കുന്നുണ്ട്. കുട്ടി എങ്ങനെയാ വളരുന്നതെന്ന് നോക്കുന്നുണ്ട്. ഫീറ്റൽ ഗ്രോത്ത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? ജസ്റ്റ് ഒരു സെല്ലാണ് അല്ലെ, സ്പേം എന്ന് പറയുന്ന ഒരു സെല്ല്, ഓവം എന്ന് പറയുന്ന ഒരു സെല്ല്. നിങ്ങൾ ആലോചിക്കണം, വളരെ ചെറിയൊരു സാധനമാണ് സെല്ല് എന്ന് പറയുന്നത്. ഈ 2 സെല്ലും കൂടെ ചേർന്നിട്ട് സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും അല്ലെ. ഈ സ്പേമും ഓവവും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ടാണ് പിന്നീട് ഡെലിവറിയുടെ സമയത്ത് ഒരു വാവയായിട്ട് വരുന്നത് അല്ലെ, കുഞ്ഞിവാവയായിട്ട് വരുന്നത്. അപ്പം ഇതിന് ഒരുപാട് ചേഞ്ച് അല്ലെ, അതിന് കൈ വളരണം, കാല് വളരണം, ഉള്ളിലുള്ള ഹൃദയം വളരണം, കിഡ്നി വളരണം എന്ന് പറഞ്ഞിട്ട് എല്ലാം, കണ്ണ് വേണം, തല വേണം, തലയിനകത്ത് മുടി വേണം, എല്ലാം ഉണ്ടായിട്ട് വരണം അല്ലേ. ഇതൊക്കെ യൂട്രസിന്റെ ഉള്ളിൽ നിന്നാണ് നടക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഫീറ്റൽ ഗ്രോത്തിന്റെ അവിടെ നോക്കുന്നത്. ഓക്കെ, ഫീറ്റൽ ഗ്രോത്ത് ആൻഡ് ആന്റിനേറ്റൽ കെയർ ഉണ്ട്. എന്താ മക്കളെ ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആന്റിനേറ്റൽ കെയർ എല്ലാം പുതിയ വേർഡ്സ് ആയിരിക്കും അല്ലെ. ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കെയർ കൊടുക്കണം അല്ലെ. ഒരാൾ പ്രസവിക്കാൻ പോവാണ്, അതിന് മുമ്പ് അത്രയും പ്രസവം തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നത് വരെ, ഡെലിവറി ടൈം വരെ നമ്മൾ എന്തെല്ലാം കെയർ കൊടുക്കണോ അത് മുഴുവൻ നമ്മൾ ആന്റിനേറ്റൽ കെയറിൻ്റെ അകത്താണ് പറയുന്നത്. ആൻഡ് പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയാവും, അമ്മയായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട സംരക്ഷണങ്ങൾ, അമ്മയെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ മദർഹുഡിന്റെ അവിടെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മമാരെ എന്ത് ചെയ്യും? മക്കൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യും അല്ലെ. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നില്ലേ? അപ്പൊ ആ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുന്നതിന്റെ ആവശ്യം, ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരുന്ന നമുക്കറിയാം അല്ലെ. കുട്ടിക്ക് വേറെ സാധനങ്ങൾ, ബിരിയാണി ഒക്കെ കൊടുക്കാൻ പറ്റുമോ കുഞ്ഞി വാവയ്ക്ക്? ഇല്ല. അപ്പൊ നമ്മൾ ബിരിയാണി ഒന്നും കൊടുക്കാതെ ആദ്യം ഒരു 6 മാസം, ആദ്യത്തെ ഒരു 6 months നമ്മൾ എക്സ്ക്ലൂസീവ്ലി എന്താ പറയാ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കുക? ബ്രസ്റ്റ് മിൽക്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ പാല് തന്നെ കൊടുക്കണം ആദ്യത്തെ 6 മാസം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ഭാരം വെച്ച് കുട്ടിക്ക് വേണ്ട ഒരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് ഒക്കെ അക്വയർ ചെയ്ത് കുട്ടിക്ക് ഭയങ്കര ഹെൽത്ത് ഒക്കെ കൊടുത്ത് ആ കുട്ടിയുടെ മരണം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും കാലത്തേക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും എല്ലാം നമ്മൾ ഈ ഒരു കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന ഒരു ന്യൂട്രീഷൻ നമുക്ക് പറയാം. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കുട്ടിക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ബ്രസ്റ്റ് ഫീഡ് കിട്ടുന്നതിലോടുകൂടി. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദറിന്, അമ്മയ്ക്കും കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നമ്മൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. നമുക്ക് ഒത്തിരി നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ വാക്സിൻ ചെയ്തില്ലേ. അപ്പം അതുപോലെ തന്നെ വാക്സിനേഷൻ കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാക്സിൻ എടുക്കുന്നില്ലേ. അതുപോലെ തന്നെ ഒത്തിരി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗങ്ങളുടെ നമുക്ക് വാക്സിനേഷൻ ഷെഡ്യൂളൊക്കെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. അപ്പൊ വാക്സിനേഷൻ ഉണ്ട്. ആൻഡ് STI അല്ലെങ്കിൽ STD എന്ന് പറയും, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയും. ചില രോഗങ്ങൾ നമുക്ക് കോവിഡ് എങ്ങനെയാ വരുന്നത്, സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഈ എന്താ പറയാ ചിക്കൻ പോക്സ് ഒക്കെ എന്താണ് സ്പ്രെഡ് ചെയ്യും, ചെങ്കണ്ണ്
അല്ലെ, കൺജങ്ക്ടിവൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. ഇതൊക്കെ എന്താണ്, അവരുടെ സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിലാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാ സ്പ്രെഡ് ആവുന്നത് അല്ലെ. അസുഖങ്ങൾ എങ്ങനെയാ സ്പ്രെഡ് ആകുന്നത്, ഒരാൾക്ക് പനി വന്നു അപ്പുറത്താർക്കും പനി വന്നു അല്ലെ, അങ്ങനെ സ്പ്രെഡ് ആവും. അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ഏതെങ്കിലും അസുഖങ്ങൾ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസുഖങ്ങളെ നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നാ പറയുന്നത് അല്ലെ. സെക്ഷുവൽ കോണ്ടാക്ട് വഴി ഒരാൾക്കുള്ള ഒരു അസുഖം അത് വേറൊരാളുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് ആ ഒരാൾക്കും കൂടെ അസുഖം വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇൻ ബ്രീഫാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ്? ജെൻഡർ ജസ്റ്റിസും സെക്സും, ഹെൽത്തി പ്രഗ്നൻസി, ഫീറ്റൽ ഗ്രോത്ത്, ആന്റിനേറ്റൽ കെയർ, മദർഹുഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, വാക്സിനേഷൻ ആൻഡ് ലാസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. നമുക്ക് നോക്കാം, ചാപ്റ്ററിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത്. എന്താ വായിച്ചു നോക്കാം നമുക്ക്. കേരള ഹാസ് ദ ലോവസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. കേരളത്തിലാണ് ഏറ്റവും കുറവ് അല്ലെ, ലോവസ്റ്റ് ആയിട്ടുള്ള മെറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. അമ്മയാണെങ്കിലും അതുപോലെ തന്നെ ശിശു മരണ നിരക്ക് അതും കുറവായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് അല്ലെ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ്. Kerala has once again taken the lead in terms of maternal and child health. The state has recorded the lowest maternal and child mortality rate in the കൺട്രി. കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന് പറയും, നമ്മള് ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളം എന്ന് പറയും. കാരണം എന്താണ്, ഇവിടെ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാം. കാരണം എന്താണ്, ഇവിടെ അമ്മമാരുടെയും കുട്ടികളുടെ അല്ലെ ശിശു മരണ നിരക്കൊക്കെ എന്താണ് ഇവിടെ കുറവാണ്, ലോവസ്റ്റ് ആണ്. ഇന്ത്യയിൽ നോക്കുമ്പം വേറെ ഏതൊരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും കേരളം ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റിയുടെ ഏറ്റവും വലിയൊരു സക്സസ് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്? Haven't you noticed the news? What can be the reasons for a decrease in the maternal and infant mortality rate in Kerala? കേരളത്തില് എന്താണ് ഈ ഒരു മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇത്രയും കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും അല്ലെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ ഹെൽത്തി, നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്ക് അങ്ങനെ ഒരു അയ്യോ അമ്മ മരിച്ചു പോവോ അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോവോ എന്നൊരു ടെൻഷൻ നമുക്കില്ല അല്ലെ. നമുക്ക് അറിയാം അവർ പ്രസവിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയും കുഞ്ഞുമായിട്ട് സുഖമായിട്ടായിരിക്കും, ചിലപ്പോൾ ട്വിൻസ് ഒക്കെ ആയിട്ടായിരിക്കും വരിക അല്ലെ. ഒരാളെ നമ്മൾ എന്താ പറയാ ട്വിൻസ് ഒക്കെ ആയിട്ടൊക്കെ തിരിച്ചു വരും. അപ്പൊ എന്താ അത്രയും അല്ലെ, ഇനിയിപ്പോ 4 കുട്ടികളെ എടുത്ത കേസസ് ഉണ്ട്, 5 മക്കളെ ഡെലിവറി എടുത്ത കേസസ് ഉണ്ട് സക്സസ്ഫുൾ ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ്, അത്രയും സക്സസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ തന്നെയാണ് അതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുമ്പൊക്കെ ഇത്രയും ഹെൽത്ത് കെയർ ഒന്നും അത്രയും സക്സസ് അല്ലാത്ത ഒരു സമയത്ത് എന്താണ് പ്രസവിക്കാൻ പോവാന്ന് പറയുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പ്രസവം എടുക്കും ചില ആൾക്കാരെ. ഇപ്പോഴും ഉൾനാട്ടുകളിലൊക്കെ എന്താണ് അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പ്രസവം എടുത്ത് കോംപ്ലിക്കേഷൻ ആയി ബ്ലഡൊക്കെ പോയി, എന്താണ് കുറേ ബ്ലഡൊക്കെ പോയി, പ്രസവത്തിന്റെ സമയത്ത് കുറേ ബ്ലഡൊക്കെ പോയി ഡെത്തൊക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തില് എന്ത് ചെയ്യും, നമ്മൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് നല്ലതാണ്, ആൾക്കാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ പോകണം എന്നറിയാം അല്ലെ, ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എന്നറിയാം. അപ്പൊ അതുപോലും ചെയ്യാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുട്ടിയും അമ്മയായിട്ട് ഹെൽത്തി ആയിട്ട് തിരിച്ചു വരികയും ചെയ്യും. സോ അതന്നെയാണ് നമ്മുടെ ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വിമൻ അല്ലെ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ലിറ്ററസി റേറ്റ് കൂടുതലാണ്. അപ്പൊ സ്ത്രീകൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഡെലിവറി ഡേറ്റ് ആവാൻ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളൊരു കാര്യം അറിയാം. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. മുമ്പ് വീട്ടിൽ തന്നെ പ്രസവം എടുക്കുകയാണ്, അപ്പൊ ബ്ലഡ് പോയാലും കുട്ടി മരിച്ചാലും അമ്മ മരിച്ചാലും ഒക്കെ അത് അതിന്റെ ഒരു പാർട്ടാന്നുള്ള രീതിയിൽ ജസ്റ്റ് നെഗ്ലക്ട് ചെയ്ത് വിടുവരും.
പക്ഷെ ഇപ്പൊ ആൾക്കാർക്കൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, ഫീമെയിൽസ് എഡ്യൂക്കേറ്റഡ് ആണ്, ലിറ്ററസി റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ ബെസ്റ്റ് കെയർ കിട്ടും എന്നുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബെസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് അല്ലെ. എങ്ങനെയാണ് ഒരാൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്താൽ തന്നെ അംഗൻവാടി വഴി അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കും അല്ലെ. പല പല സാധനങ്ങൾ എന്തൊക്കെയോ സപ്ലൈ കൊടുക്കുന്നുണ്ട് അല്ലെ. ചെറുപയർ, പ്രോട്ടീന് വേണ്ട കാര്യങ്ങൾ, അയോൺ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം ഹിമോഗ്ലോബിൻ ഒക്കെ കൗണ്ട് ഒക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരെ ഇടയ്ക്കിടയ്ക്ക് വാക്സിനേഷനൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആശാ വർക്കേഴ്സ് കറക്റ്റ് വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരാൾ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സോ അത് തന്നെയാണ് കേരളത്തിലെ വേറൊരു സക്സസ് എന്ന് പറയുന്നത്. ബെസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ബെസ്റ്റ് മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രോജക്ട്സ്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പ്രോജക്ട്സ് ഒക്കെ കേരളത്തില് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൽ കുറഞ്ഞു നിൽക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് വിമൻ, ബെസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെന്റർ. എന്റെ കൂടെ തന്നെ പഠിക്കണേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ക്ലാസ് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇനി സെപ്പറേറ്റ് വേറെ ഒരു ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലേ. ആൻഡ് ഹൈ ക്വാളിറ്റി പബ്ലിക് ഹെൽത്ത് പ്രോജക്ട്സ്. ഓക്കെ, access to proper nutrition, education and health care reduce maternal and infant mortality rate. അല്ലെ, ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. Service of health experts is essential for the health of women and child during pregnancy and postpartum. എന്താ മക്കളെ പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഡെലിവറി കഴിയുമ്പോൾ കുട്ടീനെ ബേബീനൊക്കെ കിട്ടും അല്ലെ, കുഞ്ഞുവാവേനെ കിട്ടും, അമ്മയെ ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പം ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള, ഡെലിവറി കഴിഞ്ഞാലുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. Service of health expert is essential for the health of women and child during pregnancy and postpartum. Pregnancy periodilum നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട് അല്ലെ. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ട ഒരു ഹെൽത്ത് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആന്റിനേറ്റൽ വിസിറ്റ്സ് തന്നെ ഉണ്ട് അല്ലെ. 13 മുതൽ 15 വട്ടം വരെ ഒക്കെ നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിനെ പോയിട്ട് കാണും. ഓക്കെ, അത്രയും ആന്റിനേറ്റൽ ചെക്കപ്സ് ഉണ്ട്. സ്കാൻ ചെയ്യും അല്ലെ, USG സ്കാനിങ് ചെയ്യും. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അല്ലെ. നമുക്ക് അറിയില്ല, യൂട്രസിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ പോയി സ്കാൻ ചെയ്തൊക്കെ നോക്കും അല്ലെ. ടൈംലി സ്കാനിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മൾ നോക്കും. പോസ്റ്റ് പാർട്ടം പീരീഡിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബ്ലഡ് ഇങ്ങനെ പോകും. ഓക്കെ, ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അസസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഹെൽത്ത് എക്സ്പേർട്സിന്റെ സർവീസ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. ഓക്കെ, physical and social well-being of girls ensure the safety of future generations. Therefore, good quality healthcare service is a right of women. അല്ലെ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ വേറെ എന്തുപോലെയല്ല, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ജനറേഷൻ അല്ലെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വേറൊരു ജനറേഷൻ വരേണ്ടതുണ്ട്. അപ്പം ആ ഒരു ജനറേഷൻ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആരാ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിമൻ ആണ് അല്ലെ, ഫീമെയിൽസ് ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫീമെയിൽസിന്റെ ഹെൽത്തി ആയിട്ട് ഇല്ലാത്ത ഒരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഹെൽത്ത് ആസ്പെക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫീമെയിൽസിന് വേണ്ട ഹെൽത്ത് കെയറും ഫെസിലിറ്റീസും കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സോ ഇറ്റ്സ് എ
റൈറ്റ് ഓഫ് വിമൻ അല്ലെ, വിമണിന്റെ ഒരു റൈറ്റ് തന്നെയാണ് ഗുഡ് ഹെൽത്ത്, ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്നത് ആ വിമണിന്റെ റൈറ്റ് തന്നെ ആണ്. ഓക്കെ, is there any obstacle for women in getting respect and care all over the world? അപ്പം വിമണിന് വേണ്ട റെസ്പെക്ട് ആൻഡ് കെയർ കിട്ടുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഫീമെയിൽസിന് വേണ്ട ഒരു റെസ്പെക്റ്റും വേണ്ട ഒരു കെയറും അല്ലെ, നാളെ എന്താണ് വേറൊരു ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഫീമെയിൽസ്. അത് അവരുടെ ചോയ്സ് ആണെങ്കിൽ പോലും അല്ലെ, അവർക്ക് കാപ്പബിൾ ആണ് അവർ. ഓൾമോസ്റ്റ് എല്ലാ ഫീമെയിൽസും, എക്സെപ്ഷൻസും ഉണ്ട്. എക്സെപ്ഷൻസ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തിലും എക്സെപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഫീമെയിൽസും ഉണ്ടാവും. അപ്പം എക്സെപ്ഷൻസും ഉണ്ട്. മെജോറിറ്റി നോക്കുന്ന സമയത്ത് എന്താണ് എല്ലാവർക്കും ഫീമെയിൽസ് ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും മെയിൽസ് അല്ല നിലവിലെ സാഹചര്യം വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സോ അവർക്ക് ഫീമെയിൽസിന് വേണ്ട ഒരു റെസ്പെക്ട് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. Although the human society has attained progress in several parts of the world, there is a situation that denies accessibility to education for girls. അല്ലെ, adequate ആയിട്ടുള്ള ഫീമെയിൽസിന് എഡ്യൂക്കേഷൻ പണ്ടൊക്കെ സ്ഥിരമായിരുന്നു. ഫീമെയിൽസ് എഡ്യൂക്കേഷന് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഫീമെയിൽസ് എഡ്യൂക്കേറ്റഡ് ആവേണ്ടതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഫീമെയിൽസിന്റെ ആവശ്യം വീട് നോക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫീമെയിൽസ് വീട് പണിയെടുത്ത് വീട്ടിലങ്ങ് നിന്നാൽ മതി എന്നൊക്കെ ഉള്ള ഒരു ചിന്ത. അല്ലെ, ഫീമെയിൽസിന് എഡ്യൂക്കേഷൻ ആവശ്യമില്ല എന്നുള്ളൊരു ജനറേഷൻ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയാണല്ലോ. അവിടെ മെയിലെന്നോ ഫീമെയിൽ എന്നോ ഒരു വേർതിരിവ് എഡ്യൂക്കേഷനിൽ വരുന്നില്ല. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയി ഹൈലി ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആണ്. They are forced to give up their studies at an early stage and are confined to marriage, childcare and raising their families. അല്ലെ, മുമ്പ് എന്താണ് ഫീമെയിൽസ് എഡ്യൂക്കേഷൻ ഇപ്പൊ സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏജ് ആവുന്നു, കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ച വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, കുട്ടികളെ വളർത്തുന്നു, വീടിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു സിസ്റ്റം മാറിയിട്ട് ഇപ്പൊ എന്താണ് അവർക്ക് എല്ലാം വേണം അല്ലെ, കരിയർ വേണം, പ്രൊഫഷൻ വേണം, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫ് അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനത്തെ ഒത്തിരി ചേഞ്ചസ് ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പം റെസ്പെക്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്, എല്ലാവർക്കും അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. There still exists a situation in which girls are forced to engage in cooking and in household chores while boys play and go to school. അല്ലെ, ഇപ്പോഴും പല വീടുകളിലും ചിലപ്പം ഉണ്ടാവാം അല്ലെ. ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്താണോ അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് ജസ്റ്റ് ക്ലീൻ ഒക്കെ ചെയ്ത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ഒന്ന് അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ വീട്ടുകാരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്നു, വിട്ട് ബാഗ് അവിടെ ഇട്ടിട്ട് ഓടിക്കളിക്കാൻ വേണ്ടി പോകും. ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ചിലപ്പം ഉണ്ടാവും. പക്ഷെ എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ല അല്ലെ. ഇപ്പൊ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം കുക്കിംഗ് ചെയ്താൽ മതി എന്നുള്ളൊരു സിസ്റ്റം അല്ലെ. കുക്കിംഗ് കമ്പൽസറി അല്ല. ബോയ്സിനും ഭക്ഷണം വേണം, ഗേൾസിനും ഭക്ഷണം വേണം. അപ്പം ഗേൾസ് കുക്ക് ചെയ്തിട്ട് ബോയ്സിന് കഴിക്കാം എന്നൊരു ചിന്ത ഇപ്പോഴേ എടുത്ത് മാറ്റിക്കൊള്ളുക. ബോയ്സിന് ഫുഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോയ്സ് കുക്ക് ചെയ്ത് തന്നെ പഠിക്കണം അല്ലെ. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്. ഇനി ഒരു 10 years ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ കുറച്ചും കൂടെ ഫോർവേഡഡ് ആവും. ഇന്ന് എങ്ങനെയാണോ അതിനേക്കാൾ ഒരു ഫോർവേഡഡ് തോട്ട്സ് ഉള്ള ആൾക്കാരായിരിക്കും ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ ആൾക്കാരും എല്ലാ ആക്ടിവിറ്റീസിലും ഇപ്പൊ ഏർപ്പെടുന്ന ഒരു ടൈമാണ് അല്ലെ. അതില് ജെൻഡറിന്റെ ഒരു ബേസിസ് ഇല്ല. ജെൻഡർ അവിടെ ഇമ്പോർട്ടന്റ് അല്ല. It is not uncommon to be denied the right to go to work or to choose a career. Women often face restrictions not only in social relationship and economic independence but also in personal decision making. അതും പ്രധാനമാണ് അല്ലെ. ഫീമെയിൽസിന് ബാക്കി എല്ലാ കാര്യത്തിലും എന്തുപോലെയല്ല, അവരുടെ സ്വന്തം പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെ. അവർ ഇന്ന് എവിടെ പോണം എന്നുള്ളതിന് വരെ അവിടെ ക്വസ്റ്റ്യനിങ് ആണ് അല്ലെ. എനിക്കിപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ പുറത്ത് പോണം എന്ന് ഒരു ഫീമെയിൽ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിനു പോണം, എപ്പ പോവും, എത്ര മണിക്ക് തിരിച്ചു വരും, ആരൊക്കെ കൂടെ പോകുന്നു അല്ലെ. ഒരു പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് പോലും
ചിലപ്പോൾ പോസിബിൾ ആയിന്ന് വരാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. Shouldn't society undergo further changes to ensure equality for women? This is where the concept of gender justice becomes relevant. അവിടെയാണ് നമ്മൾ വിമണ് അതേ സ്ഥാനത്ത് മെയില് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എവിടെ പോവാ, ആരുടെ കൂടെ പോവാ, എത്ര മണിക്ക് തിരിച്ചു വരും, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെ. ഉണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല അല്ലെ. നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഇപ്പം ചൈൽഡ് അല്ലെങ്കിൽ ഈ ഒരു +2 12th വരെയൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവരുടെ ഫ്രീഡത്തിന് വിടുകയാണ്. പക്ഷെ ആഫ്റ്റർ 12th ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിൽസിന് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക അല്ലെ. അവർക്ക് ഓൾറെഡി അവർ കളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് പിടിക്കാനുള്ളൊരു ശ്രമമാണ് പൊതുവെ നടക്കാറുണ്ട്. ഓൾദോ ഇപ്പം ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ പോലും. സോ ജെൻഡർ ജസ്റ്റിസ് ബിക്കംസ് റെലവന്റ്. അവിടെയാണ് ജെൻഡർ ജസ്റ്റിസ് അല്ലെ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ജെൻഡർ ജസ്റ്റിസ് എന്തിനാ അപ്പൊ ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെയാണ് ഈ ഒരു ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇമ്പോർട്ടൻസ് വരുന്നത്. What all can be done to ensure gender justice? ഇപ്പൊ ജെൻഡർ ജസ്റ്റിസ് എൻഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ? ഒന്നാമത്തത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പൊസിഷൻ. അപ്പൊ ലീഡർഷിപ്പില് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഒരു വീട്ടിൽ മെയിലും ഫീമെയിലും ഉണ്ട്. ലീഡിങ്, ആ വീട് ലീഡ് ചെയ്യാൻ വേണ്ടി രണ്ടാൾക്കാർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കും അല്ലെ. അല്ലാതെ മെയിൽ പറയുന്നത് പോലെ വീട് റൺ ചെയ്യണം അല്ലെങ്കിൽ ഫീമെയിൽ പറയുന്ന പോലെ വീട് റൺ ചെയ്യണം എന്ന് പറയാതെ ഈക്വൽ അല്ലെ, രണ്ടുപേരും ഈക്വൽ ആണ് അല്ലെ. ജെൻഡറിന്റെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പൊസിഷൻസ് അല്ലെ, പൊസിഷൻ കൊടുക്കുക. ചില ഹയസ്റ്റ് പൊസിഷൻ മെയിൽസ് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പൊ അല്ലെ കമ്പനീസിലൊക്കെ ആണെങ്കിൽ അത് മെയിലിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇത് ഫീമെയിൽസിനെ കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊന്നും വെക്കാതെ പൊസിഷൻസിലായിക്കോട്ടെ ഡെസിഷൻ മേക്കിലായിക്കോട്ടെ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത് ശരിയല്ല. ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവെയർ അറ്റ് എനി ടൈം വിത്ത് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി ഉണ്ടോ? അതിപ്പോ കറന്റ്ലി ഉണ്ടോ? എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ടോ? ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു രാത്രി ഒരു 2 മണിക്ക് പുറത്ത് പോകണം എന്ന് വിചാരിക്കുകയാണ്. നടക്കുമോ? നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അല്ലെ. ഒന്നാമത് വീട്ടിൽ നിന്ന് അല്ലെ, പുറത്ത് ഔട്ട്സൈഡ് കാര്യങ്ങൾ ആലോചിക്കുമ്പോ വീട്ടിൽ നിന്ന് പറയും എന്താ ഇപ്പൊ പോണ്ട എന്ന് പറയും. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പോണ്ടെന്ന് തന്നെ പറയും അല്ലെ. ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയും. പക്ഷെ എന്താണ്, നമുക്ക് നമ്മുടെ കൺട്രിയിൽ എവിടെയും എനിവേർ പോവാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ആ ഒരു അവസരം അല്ലെ, ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവേർ അറ്റ് എനി ടൈം വിത്ത് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി അല്ലെ. സെക്യൂരിറ്റി കുറവാണ് അല്ലെ, സോഷ്യൽ സെക്യൂരിറ്റി കുറവാണ്. എസ്പെഷ്യലി ഫീമെയിൽസ്. മെയിൽസിനും ഇതേ പ്രശ്നമുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് അല്ലെ രാത്രി 10 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം മെയിൽസിന് പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഫീമെയിൽസിന് പോയി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ജെൻഡർ ഇക്വാലിറ്റി വരണം. മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. Okay, so equal right to education for boys and girls. അതും വേറൊരു കാര്യമാണ് അല്ലെ. ബോയ്സിനും ഗേൾസിനും ഈക്വൽ റൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ ആണ്. ഒരു വീട്ടില് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ആൺകുട്ടീനെ ഹയർ കരിയർ ഇങ്ങനെ അത് പഠിച്ചു അതിന്റെ മേലെ പഠിച്ചു, ഡിഗ്രി പഠിച്ചു, PG പഠിച്ചു, അതിന്റെ മേലെ 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 പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗേൾസിനാണെങ്കിലോ അത്രയും മതി, കല്യാണമൊക്കെ കഴിച്ചു വിടാനുള്ളതാണ് എന്നുള്ളൊരു തിങ്കിങ് പ്രോസസ് ഉണ്ട്. അപ്പം അതല്ലാതെ രണ്ടാൾക്കാർക്കും ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് പ്രധാനമാണ്. അതുപോലെ തന്നെ ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പൊ രണ്ടാൾക്കാര് സെയിം ജോലി ചെയ്യുന്നു, രണ്ടാൾക്കാർക്കും സെയിം കൂലി കൊടുക്കണ്ടേ? ഓക്കെ, രണ്ടാൾക്കാർ സെയിം ജോലി ചെയ്യുന്നു, രണ്ടാൾക്കാർക്കും സെയിം കൂലി കൊടുക്കുക. അപ്പൊ ഒരു ബസ് ഡ്രൈവർ മെയിൽ ഡ്രൈവർ ആയിക്കോട്ടെ ഫീമെയിൽ ഡ്രൈവർ ആയിക്കോട്ടെ, മെയിൽ ഡ്രൈവറിന് കുറെ കൂടുതൽ പൈസ, ഫീമെയിൽ ഡ്രൈവറിന് കുറച്ച് കുറഞ്ഞ പൈസ, ഇനി അല്ലെങ്കിൽ മെയിൽ ഡോക്ടർക്ക് കുറച്ച് കൂടുതൽ പൈസ, ഫീമെയിൽ ഡോക്ടർക്ക് കുറച്ച് കുറഞ്ഞ പൈസ, ഇങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല. വേജിന്റെ കാര്യത്തില് എല്ലാവർക്കും സെയിം ജോലി ചെയ്യുന്നു, സെയിം കൂലി കൊടുക്കേണ്ടതുണ്ട്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ മെൻ ആൻഡ് വിമൻ.
അല്ലെ? റെസ്പോൺസിബിലിറ്റി ആരുടെ ഒരു ബർഡനൊന്നും അല്ല അല്ലെ? ഒരു ഫാമിലി റൺ ചെയ്യുന്നു, മെയിലും ഫീമെയിലും കൂടെ ഒരു ഫാമിലി റൺ ചെയ്യുന്നു, പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ ഒരു ഫാമിലി റൺ ചെയ്യുന്നു അല്ലെ? റെസ്പോൺസിബിലിറ്റി മൊത്തം മെയിലിനും ഫീമെയിൽസിനും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, നടക്കില്ല. വീടിന്റെ മൊത്തം കാര്യവും മെയിൽസ് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. രണ്ടാൾക്കാർക്കും ഈക്വൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഫീമെയിൽസ് മൊത്തം വീടിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം ഫീമെയിൽസ് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ രണ്ടാൾക്കാരും മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ രണ്ടാൾക്കാരും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി വേണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇൻ ഫാമിലി കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് ചോർസ്. അപ്പം ഫാമിലി കെയറിലൊക്കെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയും എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പൊസിഷൻസ്, opportunity to travel anywhere at any time with freedom and security, equal right to education for boys and girls, equal wages for equal work, shared responsibilities for men and women, and family care and household chores. ഇത്രയും കാര്യങ്ങളാണ് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സെക്സ് ആൻഡ് ജെൻഡർ. സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇസ് യൂഷ്വലി ഐഡന്റിഫൈഡ് അറ്റ് ബർത്ത്. ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ് എന്ന് പറയുന്നത് അല്ലെ, അവർ ഏത് സെക്സിലാണുള്ളത് അല്ലെ, അവരുടെ സെക്സ് എന്താണ് എന്നുള്ള കാര്യം യൂഷ്വലി നമ്മൾ ബർത്തിന്റെ സമയത്ത് അല്ലെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പറയും അല്ലെ, ഇത് ആൺകുട്ടിയാണ് ഇത് പെൺകുട്ടിയാണ് എന്ന്. ആ ഒരു ബർത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് സെക്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Chromosomes, hormones, and many external and internal physical characteristics are the basis for the biological differentiation of male and female sex. അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഡോക്ടേഴ്സ് ഇൻസ്പെക്ട് ചെയ്യും. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷൻ നടക്കും. ഒരു മിയർ ആയിട്ട് എല്ലാ സിസ്റ്റവും നോക്കും. അപ്പൊ നമ്മുടെ ജെനൈറ്റൽ സിസ്റ്റവും നോക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ കൈ പ്രോപ്പർ ആണോ, കണ്ണ് പ്രോപ്പർ ആണോ, വായിൽ പല്ല് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് പ്രശ്നമുണ്ടോ, കയ്യിലെ കാലിലൊക്കെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ, അവർ എങ്ങനെ ബ്രീത്തിങ് പ്രോപ്പർ ആണോ എന്നൊക്കെ കറക്റ്റ് നോക്കും. അതിന്റെ കൂടെ സെക്സ് ഡിറ്റർമിനേഷൻ അവിടെ തന്നെ ആ ഒരു ബർത്തിന്റെ ടൈമിൽ തന്നെ ചെയ്തു പോകും. അപ്പം അതിന് പല കാര്യം നിങ്ങൾക്ക് അറിയോ? സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ക്രോമസോം എങ്ങനെയാണെന്ന് അറിയണ്ടായിരിക്കില്ല അല്ലെ. എക്സ് എന്ന് പറയുന്ന 2 ക്രോമസോംസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽസ് ആണ്. XX എന്ന് പറയുന്നത് ഫീമെയിൽസിനെയാണ് ക്രോമസോംസ് കാണിക്കുക. സിമ്പിൾ ആണ്, ഒന്നും നിങ്ങൾ കാര്യമായിട്ടൊന്നും ആലോചിക്കേണ്ട. XX എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫീമെയിൽ ആണ്, XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ് ആണ്. വേറെയും കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ XX XYയും തന്നെ കിട്ടണമെന്നില്ല, XXY ഉണ്ട്. അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ ക്രോമസോംസ് നോർമലി കാണുന്ന 2 എണ്ണം. വേറെയും കാര്യങ്ങൾ കാണാൻ പറ്റും, പക്ഷെ നോർമലി നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും കാണുന്നുണ്ട്. അതില് ഫീമെയിൽസ് വരുന്നത് XX ആണ്, മെയിൽസ് വരുന്നത് XY ആണ്. വേറെയും കുറെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ, ഇന്റർസെക്സ് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. ഇപ്പം ക്രോമസോംസ് ഉണ്ട്, ഹോർമോണൽ ലെവല്, പിന്നെ എക്സ്റ്റേണലി അല്ലെ, എക്സ്റ്റേണലി നമ്മൾ കാണുമ്പോൾ ജെനൈറ്റൽ പോർഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബർത്തിന്റെ ടൈമില് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ദ കാറ്റഗറി ഇന്റർസെക്സ്. ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ includes those who are born with reproductive organs that are neither fully female nor male. എന്താണ് ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് ആൻ ഇന്റർമിക്സിങ് അല്ലെ, ഇന്റർമിക്സിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സെക്സ് കറക്റ്റ് ആയിട്ട് ഏത് സെക്സ് ആണ്, ഏതാണ്, നെയ്തർ ഫുള്ളി ഫീമെയിലും ആയിരിക്കില്ല അല്ലെങ്കിൽ മെയിലും ആയിരിക്കില്ല. എന്താണ് കംപ്ലീറ്റ് മെയിലോ കംപ്ലീറ്റ് ഫീമെയിലോ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓർ എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്, അല്ലെങ്കിൽ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓർ വിത്ത് ക്രോമസോംസ് ഹാവിങ് വേരിയേഷൻ. അതാ ഞാൻ ഈ പറഞ്ഞ നോർമൽ ക്രോമസോമില് XXോ അല്ലെങ്കിൽ XYയോ ഉണ്ടാവും. ഇനി ഉണ്ടാവുന്ന കുട്ടിക്ക് ക്രോമസോമൽ വേരിയേഷൻസ് ഉണ്ട്. ചിലപ്പം XXYന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ക്രോമസോമൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ഇന്റർസെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ മക്കളെയാണ് നമ്മൾ ഇന്റർസെക്സിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യും. ബർത്തിൽ
ബേർത്തിന്റെ ടൈമിൽ ജനിക്കുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യും. കുട്ടിയുടെ ക്രോമസോം ലെവല്, അതുപോലെ തന്നെ ഹോർമോൺസ്, എക്സ്റ്റേണൽ ഇന്റേണൽ ക്യാരക്ടേഴ്സ്, ബോഡി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് സെക്സ് ആണെന്ന് മനസ്സിലാവും. ഇനി ഇന്റർസെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇന്റർസെക്സ് കാറ്റഗറിയിലുള്ള മക്കൾക്ക് എങ്ങനെയായിരിക്കും? ദോസ് ഹു ആർ ബോൺ വിത്ത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ദാറ്റ് ആർ നെയ്തർ ഫുള്ളി ഫീമെയിൽ nor male or a combination of both or with chromosomes having variations. Chromosomal variation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണെന്ന് നിങ്ങൾ ഓർക്കുക. XX അല്ലെങ്കിൽ XY ആയിരിക്കും, മെയിലോ ഫീമെയിലോ. അതല്ല XX XYക്കോ പകരം വേറെ വേരിയേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രോമസോമൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? About 40 intersex types have been identified. എത്രയാണ്? 40ഓളം ഇന്റർസെക്സ് അല്ലെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്രോമസോമൽ വേരിയേഷൻസ് ഉണ്ടായിട്ടുള്ള 40ഓളം ഇന്റർസെക്സുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as a general term used to denote individuals who identify themselves as non-conforming to their sex at birth and wish to live according to the gender identity in which one is convinced of. അതാണ് ട്രാൻസ്ജെൻഡർ അല്ലെ. അവരുടെ ബർത്തിന്റെ ടൈമില് എന്താണ്? who identify themselves as non-conforming to their sex at birth അല്ലെ. അവർക്ക് ബർത്തിന്റെ ടൈമില് അവർക്ക് കൺഫർമേഷൻ ഉണ്ടാവില്ല. and wish to live according to the gender identity in which one is convinced of. പക്ഷെ ജീവിക്കുമ്പം അവർക്ക് ഉള്ള കൺവിൻസിങ് ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റിയിൽ ജീവിക്കും. that is transgender. so transgender is a general term used to denote individuals who identify themselves as non-conforming to their sex at birth and wish to live according to the gender identity in which one is convinced of. So intersex നമ്മൾ പറഞ്ഞു, ട്രാൻസ്ജെൻഡറും പറഞ്ഞു. Society prescribes or imposes on men and women different characteristics of conduct and behavior as well as responsibilities and duties regardless of the individual skills or peculiarities. അല്ലെ, സൊസൈറ്റി ഓരോ ഇൻഡിവിജ്വലിന്റെയും പെക്യുലാരിറ്റി എന്താണ്, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും നമ്മൾ പറയാറില്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളതെന്ന് പറയാറില്ലേ. അപ്പം ഒരാളുടെ കഴിവ് എന്താണോ അത് നോക്കിയിട്ടല്ല സൊസൈറ്റി ഒരു കാര്യം ഓരോ ഇൻഡിവിജ്വലിനെ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം ഒരാൺകുട്ടി നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം അല്ലെ, അവർ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ ഷെഫ് കോഴ്സ് തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ ആ ആൺകുട്ടീനെ കുക്കിങ്ങിലായിരിക്കില്ല അവര് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതേ സ്ഥാനത്ത് കുക്കിംഗ് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പെൺകുട്ടി ആയിക്കോട്ടെ, ആ കുട്ടിയെ ഫോഴ്സ്ഫുള്ളി സൊസൈറ്റി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഒരു ലോകമെന്ന് പറയുന്നത്. സോ gender is shaped by prescriptions such as boys shouldn't cry അല്ലെ. ആൺകുട്ടികൾ കരയാണ് എന്താ പറയാ, നീ ആൺകുട്ടിയല്ലേ, നീ കരയാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. എന്താ ആൺകുട്ടിക്ക് ഇപ്പൊ കരഞ്ഞാൽ എന്താ? ആൺകുട്ടിക്ക് ഇമോഷൻസ് ഇല്ലേ? ആൺകുട്ടിക്ക് അറിയാൻ പറ്റും അല്ലെ. ആൺകുട്ടിക്ക് നമ്മൾ എല്ലാ ആൾക്കാർക്കും ഇമോഷൻസ് ഉണ്ട്, എല്ലാ ആൾക്കാർക്കും സങ്കടം വരും. അപ്പൊ സങ്കടം വരുമ്പോൾ എല്ലാവരും കരയും അല്ലെ. സങ്കടം വരുമ്പോൾ നമ്മൾ സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷം വരുമ്പോൾ ചിരിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അത് കോമൺ ആണ്. അതിന് ജെൻഡറിന്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കാര്യം അവിടെ വെക്കേണ്ട കാര്യമില്ല. എന്താ പറയുന്നത്? ബോയ് ഷുഡന്റ് ക്രൈ ആൻഡ് ഗേൾ ഷുഡ് നോട്ട് ഡു സർട്ടൻ ജോബ്സ് അല്ലെ. പെൺകുട്ടികൾ ചില പണികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും അല്ലെ. പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പണികളുണ്ട്, അതങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയും അല്ലെ. This often becomes discrimination based on gender which are against human rights അല്ലെ. ഇത് നമ്മുടെ ബേസ്ഡ് ഓൺ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ. ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, അതൊരു ഹ്യൂമന്റെ റൈറ്റ് അല്ല. നമുക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. ശരിക്കും സൊസൈറ്റി നമ്മുടെ ഒരു റൈറ്റിനെയാണ് അവിടെ എന്ത് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ വെക്കുന്നത്. ഓക്കെ, people who are conscious of gender justice shape a just society that ensures equal rights, opportunities and dignity. Children acquire awareness on gender justice, discriminative power and social interactions during their adolescence. So ഇത്രയാണ് നമുക്ക്
ഈ ഒരു സെഷനിൽ അല്ലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാനുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളായിരുന്നു. അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്തില് റീപ്രൊഡക്ഷൻ എന്താന്ന് പഠിച്ചു. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ കൈയും കാലൊക്കെ ഉള്ള ഒരു കുട്ടീനെ ഉണ്ടാക്കുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മേജർ ടോപ്പിക്സ് പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ലോവസ്റ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ഹൈ ലിറ്ററസി റേറ്റും നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കുട്ടിക്ക് അമ്മയ്ക്ക് കൊടുക്കേണ്ട പോസ്റ്റ്മോർട്ടം കെയർ ആൻഡ് ആന്റിനേറ്റൽ കെയർ, പിന്നെ വിമന്റെ റൈറ്റ് ഓഫ് വിമൻ പറഞ്ഞു. ഓക്കെ, ഗേൾസ് എഡ്യൂക്കേഷന്റെ നെസസിറ്റി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുക. ആൻഡ് സെക്സ് ആൻഡ് ജെൻഡറിനെ പറ്റി പറഞ്ഞു അല്ലെ. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഐഡന്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് നമ്മൾ പറഞ്ഞു. ഇന്റർസെക്സ് എന്താന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.